താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമുഖങ്ങളിലൊന്ന് മാതൃഭൂമി ന്യൂസിൽ VS അച്യുതാനന്ദനെ ഇന്റർവ്യൂ ചെയ്തതാണ്. ആ അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയ തുറന്നുപറച്ചിലുകൾ അന്ന് CPM പാടെ പിടിച്ചു കുലുക്കിയിരുന്നു. അപ്പം താങ്കളുടെ അഭിപ്രായത്തിൽ സമൂഹം ഇങ്ങനെ ധ്രുവീകരിക്കപ്പെട്ട് കിടക്കുന്ന ഈ കാലത്ത് ഒരു ജേർണലിസ്റ്റ് എങ്ങനെയാണ് അയാളുടെ ജേർണലിസ്റ്റിക് ഇന്റഗ്രിറ്റി പാലിക്കേണ്ടത്? 2013 VS അച്യുതാനന്ദനുമായിട്ടുള്ള ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചോദ്യോത്തരം എന്ന് പറയുന്ന അഭിമുഖം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഇന്റർവ്യൂ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിട്ടായിരുന്നു. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ഇന്റർവ്യൂ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കായി VS അച്യുതാനന്ദനുമായിട്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ വിഭാഗീയത പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരു കാലമാണ്. മാത്രമല്ല VS അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ സമയത്താണ് ഞാൻ VSനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എൻ്റെ ഇന്റർവ്യൂവിൻ്റെ വിഷയമെന്ന് പറയുന്നത് പാർട്ടിയുടെ വിഭാഗീയത തന്നെയാണ്. അപ്പോൾ ആ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ VS മറുപടി പറഞ്ഞു. പക്ഷെ സത്യത്തിൽ ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള നിലയ്ക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ചില ചോദ്യങ്ങൾ ഈ ചോദിക്കാമോ എന്നൊരു ഭയം എനിക്കുണ്ട് VSനോട്. അങ്ങനെ ഒരു പിരിമുറുക്കത്തിൽ നിന്നാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ച സമയത്ത് VS അങ്ങ് ഓപ്പണപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ പാർട്ടിക്കകത്ത് VSനെതിരായിട്ട് നടക്കുന്ന നീക്കങ്ങളെല്ലാം VS വിളിച്ചു പറയുകയാണ്. ഒരു പരിധി കടന്നിട്ട് സത്യം പറഞ്ഞതിന് എന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ VS പറഞ്ഞു ആ ഇന്റർവ്യൂവിൽ. സത്യം പറഞ്ഞതിന് എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് എത്രയായിരിക്കും കേരളത്തിലെ ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ എന്ന് പറഞ്ഞാൽ. കേരള സൊസൈറ്റിയിൽ സത്യം പറഞ്ഞൊരു മനുഷ്യനെ ക്രൂശിച്ചു എന്നല്ലേ പറയുന്നത്. അതും പാർട്ടിയുടെ ഒരു ഏറ്റവും പരമോന്നത ബോഡിയിൽ നിന്ന് എന്നെ പുറത്താക്കാൻ കാരണം ഞാൻ സത്യം പറഞ്ഞതാണ് എന്ന് VS അച്യുതാനന്ദൻ പറയുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ലല്ലോ. ആ രീതിയിൽ പാർട്ടിക്കകത്തെ വിഭാഗീയതയെക്കുറിച്ചൊക്കെ അതിശക്തമായിട്ട് VS അച്യുതാനന്ദൻ അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതാണ് വളരെ ഒരു റിവീലിംഗ് ആയൊരു ഇൻ്റർവ്യൂ ആയിട്ട് എൻ്റെ കരിയറിലുള്ളത്.